വീഡിയോ കാണും. പാർക്കത്തിന് മുമ്പ് ആ കനാൽ വീഡിയോക്കാരെടുക്കും, വീഡിയോ ഫോട്ടോക്കാരെടുക്കും. ഞാൻ തരാം. ആ ഓക്കെ. കാരുണ്യക്കൈ വിളക്കായുള്ള ജ്യോതിസേ, നേരായ മാർഗമേ കാട്ടണമേ. ഇത്തിരി മുൻപോട്ടു പോകുവാനായി ഉൾത്തിരിയൊന്നു കൊളുത്തേണമേ. സത്തായും ചിത്തായും സർവസ്വാത്മാവായും സത്യത്തിൻ തത്വമേ നീരസിപ്പൂ. കാണായവർക്കെല്ലാം കണ്ണിൽ പൊരുളായി കാണപ്പെടാതെ ഇരിക്കൂരേ. ഞാനൊരു മൺതരി മാത്രമാണെങ്കിലും നൂനമവിടുത്തെ സൃഷ്ടിയല്ലോ. കൈവിടാതെ കാരുണ്യക്കാതലേ, കൈവല്യദാതാവേ കൈതൊടുന്നേ, കൈതൊടുന്നേ, കൈതൊടുന്നേ. സദസ്സിലെയും ബഹുമാനപ്പെട്ട ജനങ്ങളെ, ഇന്നത്തെ വളരെ നല്ലൊരു ദിവസത്തിൻ്റെ തുടക്കമാകട്ടെ. പലർക്കും പല സംശയങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങളെയൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് പലതും പറഞ്ഞു തരുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഇതിനു മുൻപ് നമ്മൾ നടത്തിയത് കലക്ടറുടെ സാന്നിധ്യത്തിൽ തൃശ്ശൂരിൽ വെച്ചിട്ടാണ്. 100 പേരിൽ കൂടുതൽ വന്നു. അതാണ് നമ്മൾ. അതുപോലെ തന്നെ ആർട്സിൻ്റെ സംസ്ഥാന ഡയറക്ടർ, ജില്ലാ അസിസ്റ്റന്റ് ഇൻഫോർമേഷൻ ഓഫീസർ, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ശ്രീ ഷാജിൻ അബ്ദുൽ, ഇവിടെ വളരെ ആകാംക്ഷയോടുകൂടി നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എറണാകുളത്ത് വിനായകൻ ചെയ്യുന്നത് ബിഞ്ചി വാരി രാമക്കൽ മേട്ടിലെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് ആർട്സിൻ്റെ ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നയിക്കുന്ന എല്ലാവരെയും കൂടി അഭിസംബോധിച്ചതുകൊണ്ട് ഇവിടെ ഈ പരിപാടി വിളിച്ചുകൂട്ടാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചത് വാടകയ്ക്കെടുത്ത് വീട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ ഒക്കെ വെറുതെ എടുത്താണല്ലോ ഇത് വരുമാനം ഉണ്ടാക്കാലോ. വെറുതെ വരുമാനം എന്നല്ല പറയുന്നത്. ഒരാഴ്ചയിൽ 10,000 രൂപ, മാസത്തിൽ 50,000 വീത വരുമാനം നിങ്ങളുടെ വീടുകളിലേക്ക് എത്താൻ ഒരു വലിയ പണിയൊന്നും എടുക്കേണ്ടതില്ല.
നമ്മുടെ വീടിനെ തന്നെ നിങ്ങൾക്ക് അതിന് ഈ സംവിധാനമാക്കി മാറ്റാൻ പറ്റും. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത്, നിങ്ങൾ വിളിച്ചു കൂട്ടിയതിന്റെ ഒക്കെ അർത്ഥം അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഹോം സ്റ്റേ സർവീസുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള പരിശീലന ക്ലാസ്സിന് സ്വാഗതം ആശംസിച്ച PD ഷാജൻ സർ, അധ്യക്ഷൻ ശ്രീ PM പുഷ്പാങ്കദൻ, മുഖ്യപ്രഭാഷകനായ ഇപ്പോഴും നമ്മുടെ ഹോം സ്റ്റേയുടെ പല കാര്യങ്ങളും വളരെയധികം സ്റ്റഡി ചെയ്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാമായ ശ്രീ MP ശിവദത്തൻ സർ, നമ്മുടെ മുഖ്യാതിഥി ശ്രീമതി ദേവിക ദിലീപ്, പിന്നെ ജോബി ജേക്കബ്സ്, പിന്നെ നമ്മുടെ ഇവിടെ സംഗീതമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ശാരിക ആക്ച്വലി ക്ലാസ് എടുക്കാനാണ് ഞാൻ പറയാത്തത്, വേറൊന്നുമല്ല. കാരണം ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആക്ച്വലി ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഈ ഹോം സ്റ്റേയെ പറ്റിയിട്ടുള്ള ഇതിന്റെ ക്ലാസിഫിക്കേഷനോ കാര്യങ്ങളൊന്നും പറയാനല്ല, ടൂറിസം പ്രാധാന്യം ഇത് എങ്ങനെ നമുക്ക് ഈ ഹോം സ്റ്റേയിൽ കൂടുതൽ ഉൾപ്പെടുത്താം, അതിന്റെ കാര്യങ്ങളോട് ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് ആദ്യം അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ വീട് ഒക്കെ വെറുതെ എടുത്താണല്ലോ, ഇത് വരുമാനം ഉണ്ടാക്കാലോ. വെറുതെ വരുമാനം എന്നല്ല പറയുന്നത്. ഒരാഴ്ചയിൽ 10,000-15,000 രൂപ, മാസത്തിൽ 50,000 വീത വരുമാനം നിങ്ങളുടെ വീടുകളിലേക്ക് എത്താൻ ഒരു വലിയ പണിയൊന്നും എടുക്കേണ്ടതില്ല. നമ്മുടെ വീടിനെ തന്നെ നിങ്ങൾക്ക് അതിന് ഈ സംവിധാനമാക്കി മാറ്റാൻ പറ്റും. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത്, നിങ്ങൾ വിളിച്ചു കൂട്ടിയതിന്റെ ഒക്കെ അർത്ഥം അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഹോം സ്റ്റേ സർവീസുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള പരിശീലന ക്ലാസ്സിന് സ്വാഗതം ആശംസിച്ച PD ഷാജൻ സർ, അധ്യക്ഷൻ ശ്രീ PM പുഷ്പാങ്കദൻ, മുഖ്യപ്രഭാഷകനായ ഇപ്പോഴും നമ്മുടെ ഹോം സ്റ്റേയുടെ പല കാര്യങ്ങളും വളരെയധികം സ്റ്റഡി ചെയ്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാമായ ശ്രീ MP ശിവദത്തൻ സർ, നമ്മുടെ മുഖ്യാതിഥി ശ്രീമതി ദേവിക ദിലീപ്, പിന്നെ ജോബി ജേക്കബ്സ്, പിന്നെ നമ്മുടെ ഇവിടെ സംഗീതമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ശാരിക ആക്ച്വലി ക്ലാസ് എടുക്കാനാണ് ഞാൻ പറയാത്തത്, വേറൊന്നുമല്ല. കാരണം ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആക്ച്വലി ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഈ ഹോം സ്റ്റേയെ പറ്റിയിട്ടുള്ള ഇതിന്റെ ക്ലാസിഫിക്കേഷനോ കാര്യങ്ങളൊന്നും പറയാനല്ല, ടൂറിസം പ്രാധാന്യം ഇത് എങ്ങനെ നമുക്ക് ഈ ഹോം സ്റ്റേയിൽ കൂടുതൽ ഉൾപ്പെടുത്താം, അതിന്റെ കാര്യങ്ങളോട് ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് ആദിയാർ മോസ്ക്, പഴയന്നൂർ ടെമ്പിൾ, പിന്നെ തിരുവല്ലാമല ക്ഷേത്രം, പിന്നെ വാഴാലിക്കാവ്, വരവൂർ തളി ക്ഷേത്രം, ഊരുൾപണ്ട്. ഈ വാഴാലിക്കാവ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ വളരെ ഹിറ്റായിട്ടുള്ള ഒരു സ്ഥലം, പലർക്കും നോക്കി അറിയാൻ പറ്റും. കാരണം വെച്ചാൽ അതിന്റെ ഒരു മനോഹാരിത, പ്രത്യേകിച്ച് വളരെ ഏർലി മോർണിംഗ് ആ മഞ്ഞും ഇതൊക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്നൊക്കെ നമുക്ക് മറക്കാൻ കഴിയില്ല. അവിടെ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. 1,99,00,000 ഒരു പ്രോജക്റ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും നമ്മൾ ഈ വരുന്ന മാർച്ച് 2025 അടുത്ത 2026 തുടങ്ങി കംപ്ലീറ്റ് എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. ഈ സംരംഭം 2008 ഞങ്ങൾ ഇത്തരത്തിലൊരു NGOയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ള കേരളത്തിലെ വടക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധ ജില്ലകളിലായിട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും അതുപോലെ തന്നെ ഏകദേശം 58ഓളം ഡെസ്റ്റിനേഷൻ കമ്മിറ്റികൾ, ഡെസ്റ്റിനേഷൻ ഗുരുവായൂർ, കാന്തല്ലൂർ, മറയൂർ, കുമ്പളങ്ങി, മൺട്രോത്തുരുത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഏകദേശം 58ഓളം ഡെസ്റ്റിനേഷൻ കമ്മിറ്റികളും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള അതായത് നിലവാരമുള്ള നല്ല രീതിയിലുള്ള ഹോം സ്റ്റേകളും സർവീസ് വില്ലകളും മറ്റനുബന്ധ ചെറുകിട സ്ഥാപനങ്ങളും ഒക്കെ വളർന്നു വരാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഉപദേശങ്ങളും സഹായവും ഒക്കെ ചെയ്തു കൊടുക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് കാലാകാലങ്ങളിൽ ആരാണ് ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റാണ് നമ്മുടെ ഗവൺമെൻറ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടനയ്ക്ക് രാഷ്ട്രീയമായ ഒരു താല്പര്യമോ മറ്റു കാര്യങ്ങളോ മതപരമായ താല്പര്യങ്ങളോ ഒന്നും ഞാൻ ഒന്ന് കുറച്ച് ഊണ് കഴിച്ചിട്ട് വന്നാൽ മതി എന്ന് വെച്ചു. ശരി, ഊണ് കഴിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ ഞാനൊരു മൈക്ക് കൈമാറാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. വിശിഷ്ട വ്യക്തിത്വങ്ങളെ മുൻമാർക്കത്തോടെ പ്രിയപ്പെട്ടവർ, പരിചിതമായ മുഖങ്ങൾ വളരെ കുറവാണ്. നല്ലൊരു സമയമാണ്. പലരും നല്ല ഉറക്കത്തിലേക്ക് എഴുതി വീഴുന്നത് കാണുന്നുണ്ട്. ഒരു ചായ തരും, ഒന്ന് ഉഷാറോ? സുഖമല്ലേ എല്ലാവർക്കും? സുഖാണോ? സുഖാണ്.
ടൂറിസം ഇഷ്ടമായിട്ട് വന്നതാണോ? ആണ്. ടൂറിസം നമ്മുടെ ഒരു ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് അല്ലേ? ആണോ? ആണോ? എന്തൊരു ഉഷാറില്ലാത്ത? അതെ. അതിഥി ദേവോ ഭവ എന്ന് ഇന്ത്യയിലല്ലാതെ വേറെ ആരും പറയാ? ആരും പറയില്ല. നമ്മൾ തന്നെ പറയുള്ളൂ. അതിഥികളെ നമ്മുടെ ഈശ്വരന് തുല്യമായി വരവേൽക്കാൻ. അതാണല്ലോ പെരുമാ. അതേപോലെ തന്നെ ഹോംസ്റ്റേ അപേക്ഷ തരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പേര് ആരാണോ ഓണർ അയാളുടെ പേര് മാത്രം നിങ്ങൾ അപേക്ഷ തരിക. ഓണറിന്റെ പേര് മാത്രം ലീസ് അഗ്രിമെന്റ് വെച്ചൊന്നും ഹോംസ്റ്റേ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. വാടക വീട് ചെയ്യാൻ പറ്റില്ല. അതിന് പറയുകയാണ്. കാരണം പിന്നെ പലരും സംശയം വരുന്ന ഒരു കാര്യമാണ്. വാടക വീട് ചെയ്യാൻ പറ്റുള്ളൂ. വാടക വീട് ചെയ്യാൻ പറ്റത്തില്ല. ലീസ് അഗ്രിമെന്റ് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ പേരിലാണ് പ്രോപ്പർട്ടി എങ്കിൽ നമുക്ക് നമ്മുടെ പേര് ഹോംസ്റ്റേയുടെ അപേക്ഷ തരാം. സർവീസില്ല ലീസ് അഗ്രിമെന്റ് വെച്ച് ചെയ്യാൻ പറ്റും. ഇനി ഹോംസ്റ്റേ 3 രീതിയിലാണ് ഹോംസ്റ്റേ ക്ലാസിഫിക്കേഷൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. സീറ്റിംഗ് അറേഞ്ച്മെന്റ് വേണം, 2 കസേര, ഒരു ടേബിൾ വേണം. ആ ടേബിളിന് ഡ്രോയുള്ള നമുക്ക് അവർക്ക് ഗസ്റ്റിന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഡ്രോയുള്ള ടേബിൾ തന്നെ റൂമിൽ ഇടുക. അതേപോലെ അലമാര ക്ലോസ്ഡ് ആയിരിക്കണം. അത്യപൂർവം പലയിടത്തും തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ക്ലോസ്ഡ് അല്ലാത്ത. ഇപ്പം അങ്ങനെയുള്ളത് ഇല്ല. എന്നാലും നമ്മൾ നോക്കുമ്പോൾ അലമാരയൊക്കെ നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള അലമാര, ഒരു 3-4 ഹാങ്കേഴ്സ് വേണം. പിന്നെ ഗസ്റ്റിന് ഓരോ ഗസ്റ്റാണ് ഫേസ് ടവല്, ബാർ ടവലും ഒക്കെ നിങ്ങൾ വെക്കേണ്ടത് പെർ ഗസ്റ്റാണ്. ഒരു റൂമിൽ എത്ര ഗസ്റ്റ് ഉണ്ടോ അതിനനുസരിച്ച് പെർ റൂം അല്ല, പെർ ഗസ്റ്റ് നിങ്ങൾ ഫേസ് ടവല്. 6 മാസം ഓഫ് സീസണിൽ നമുക്ക് എങ്ങനെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു വ്യക്തമായ ഒരു പ്ലാൻ വേണം. ഇപ്പം ഇത്ര ഉള്ള ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പകുതി വിജയിച്ചു. കാരണം ഈ സൈറ്റുകളിൽ തന്നെ ഞാനിത് പഠിക്കാൻ 2 വർഷം കഴിയേണ്ടി വന്നു. കാരണം ഒരു ഫോട്ടോയും റിസോർട്ടുകാരും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാൻ ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. AI ഉണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ റീലുകളും നമ്മുടെ ഫുഡിൻ്റെ റീലും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആധികാരികമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് പറയുകയാണ്, ഈ ട്രിപ്പ് അഡ്വൈസർ എന്നൊരു സാധനം മനസ്സിലായി ആ ഒരു പ്ലാറ്റ്ഫോം വന്നേ പിന്നെ അതിപ്പോൾ ഒരു ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് ആയിക്കോട്ടെ ഫോറിൻ ടൂറിസ്റ്റ് അവരതിലൊരു റിവ്യൂ ഇട്ടാൽ തീർച്ചയായിട്ടും അത് ലോകത്തിലെ ഒരുപാട് പേര് ആൾക്കാർ കാണുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം, ഒരു ഹോം സ്റ്റേ പേര് എനിക്ക് മനസ്സിലായത് ഹൊറൈസൺ 44 എന്ന് പറഞ്ഞിട്ട് ഒരു ഹോം സ്റ്റേ. അവിടെ ഒരു ഗസ്റ്റ് വന്നു. ആ ഹോം സ്റ്റേയിൽ താമസിച്ച ഒരു വ്യക്തി അവിടെ അതിന് ആ ട്രിപ്പ് അഡ്വൈസറിൽ റിവ്യൂ ഇടുകയാണ്. ഇറ്റ്സ് ആൻ എക്സലന്റ്, ഇറ്റ്സ് എ സൂപ്പർ പ്രോപ്പർട്ടി, വി ലൈക്ക് ദ സർവീസ് ആൻഡ് അഡ്വൈസ് എന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ടും സുരക്ഷിതമാകാത്ത അവസ്ഥയിൽ ഞാൻ ഉണ്ടാക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാരണം തേൻ ഉൾപ്പെടെയുള്ള ഞാൻ തേനീച്ച കൃഷി ചെയ്യുന്ന ആളാണ്. മംഗോസ്റ്റീൻ, റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, അതുപോലെ മൊസാമ്പി തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകനാണ് ഞാൻ. അപ്പോൾ അതിനെനിക്ക് മികച്ച വരുമാനം കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ എന്നെപ്പോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ എന്നെപ്പോലെ തന്നെ വിഷമിക്കുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് നിങ്ങൾ പഴങ്ങൾ ഉൾപ്പെടെ കോമ്പൗണ്ടാണ്. അതിൻ്റെ ഒരു 2 നില ഇത് പഴത്തെ താമസിക്കുന്ന നല്ല ഒരു കോമ്പൗണ്ടാണ്. ഇത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയെന്ന് മാത്രമല്ല ഞാൻ സാറിനോട് റിക്വസ്റ്റ് ഉള്ളതാണ്, ഞാൻ ഇതുപോലെ ഒരു സംരംഭകരെ ഒരുമിച്ച് ചേർത്താൽ അവിടെ ഇതുപോലൊരു ക്ലാസ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. തൃശ്ശൂരിലെ ഓക്കെ, താങ്ക് യു. ശാരീരികമായിട്ട് കംപ്രൂവ് തരണം. പൂമല ഞാൻ വന്ന് താമസിച്ച് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന് പൂമലയിൽ നിന്ന് താമസിച്ചു 60 വർഷം മുമ്പ് താമസം. അവിടെ കാടൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഞാനൊരു 30 വർഷം മുമ്പ് ഡൽഹി പോയപ്പോഴും അവിടെ ടൂറിസത്തിൻ്റെതായ യാതൊരു പ്രാധാന്യവും എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഡൽഹിയിൽ തിരിച്ചു വന്നപ്പോഴാണ് എന്നെ അതിശയിപ്പിച്ച തരത്തിലുള്ള വളർച്ചയൊക്കെ ഉണ്ടായത്. അവിടെ എനിക്കിപ്പോൾ അവിടെ കുറഞ്ഞത് 65 റിസോർട്ടൊക്കെ ഉണ്ടെന്ന് പറയാം പൂമലയിൽ. എനിക്കൊരു നാട്ടുകാരനെ എനിക്കൊരു അത്ര പ്രിയുണ്ടായിരുന്നില്ല. ഞാൻ അതിശയിക്കുകയാണ്. ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് പ്രോഗ്രാം ഒരു ഡെസ്റ്റിനേഷൻ കെട്ടി അതിനുള്ള കൺസെപ്റ്റിലൊക്കെ ചെയ്ത് അതിനുശേഷം ഈ പേപ്പർ വർക്കുകളിലേക്ക് നീങ്ങിയപ്പോൾ ഓരോ ദിവസവും വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ. അപ്പോൾ ആലോചിച്ചു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് താമസിക്കാം. എനിക്ക് വേറെ ഒരു വീടുണ്ട്, അപ്പോൾ നമ്മൾ അവിടെ കൂടാൻ ഇടയ്ക്ക് ഇവിടെ ഒന്നൊരു ടൂർ പോലെ ആഴ്ചയിൽ. പിന്നെ എനിക്കൊരു കൊമേഴ്സ്യൽ ബിൽഡിംഗും ഉണ്ട്, അപ്പോൾ അവിടേക്ക് നോക്കാൻ വരുമ്പോൾ അപ്പോൾ അവിടെ താമസിക്കാൻ എന്നുള്ളൊരു കൺസെപ്റ്റിലായിട്ട് നിന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പുഷ്പാങ്കൻ സാറിനെ പരിചയപ്പെട്ടു. അതിവിടെ പഴക്കോട്ടോടും മാഡം ഇൻസ്പെക്ഷൻ ഉണ്ട്. 2 വർഷം മുമ്പ് 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 2 വർഷം മുമ്പ
എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ IT ഫീൽഡിൽ നിന്ന് മാറിയതാണ്. എനിക്കൊരു ബ്രേക്ക് വേണം, നാട്ടിലപ്പോൾ ജീവിക്കുമ്പോൾ ഒരു ആക്ടിവിറ്റി വേണം, ഒരു വരുമാനം വേണം, അതിൻ്റെ പേര് തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി സെക്കൻഡ് ഹോമാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നോക്കി നമുക്ക് റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യും. പിന്നെ അത് ഡോക്യുമെന്റേഷൻ വഴി നടന്ന ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് പുഷ്പനാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തത് പുഷ്പനാണ്. പുഷ്പനോട് എനിക്ക് വളരെയധികം നന്ദി പറയുന്നു. പിന്നെ ഉദ്ഘാടനം ചെയ്ത മെമ്പർ സാറിനോട് എനിക്ക് വളരെയധികം നന്ദി പറയുന്നു. എല്ലാ ഡീറ്റെയിൽസും വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത നന്ദി പറയുന്നത് നമ്മുടെ ഹാസിന്റെ പ്രസിഡന്റായ ശിവദത്തൻ സാറിനോടാണ്. ഈ കേരള സ്റ്റേറ്റ് ഓടി നടന്ന് ഹോം സ്റ്റേക്കാരുടെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത് പറ്റിയ ഒരാളാണ്. നന്ദി പറയുന്നു. നല്ല ക്ലാസ് എടുത്ത് ലീഗൽ വശങ്ങളെല്ലാം പറഞ്ഞു തന്ന ശാരിക മാഡത്തിനോടാണ് എനിക്ക് നന്ദി പറയുന്നത്. പിന്നെ ഈ വേദി അറേഞ്ച് ചെയ്ത ഷാജൻ മാഷ്, ഞാൻ ജനിച്ചോളത് തൊട്ടപ്പുറത്താണ്, ഗുരുവായൂരാണ്, ഇപ്പം നമ്മൾ തൃശ്ശൂരാണ്. ചെറുപ്പം മുതലേ അറിയുന്ന ആളാണ്. ഞാൻ 28 വർഷമായിട്ട് വെളിയിൽ പോയി ശേഷമാണ് ബന്ധമില്ലാതിരുന്നത്. പക്ഷേ മാഷിനോട് വളരെ നന്ദി പറയുന്നു. നല്ലൊരു ലൊക്കേഷൻ അറേഞ്ച് ചെയ്യുന്നതിന് വളരെ നന്ദി പറയുന്നു. പിന്നെ വിനായകൻ ഓൺലൈൻ സംബന്ധമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിന് പറയുന്നു. പിന്നെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇതിന്റെ താഴെ 3 നമ്പേഴ്സ് ഉണ്ട്. ഓൺലൈൻ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും ലാസ്റ്റ് നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. FRR രജിസ്ട്രേഷൻ മുതൽ booking.com രജിസ്ട്രേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് നമ്പറൊക്കെയാണ്. എൻ്റെ പേര് ജോബി ജേക്കബ്. അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റി ഉണ്ടെങ്കിൽ അത് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന നമുക്ക് കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ റൂളുകൾ അറിയാം. ഇപ്പോൾ നിസ്സാര കാര്യങ്ങളെന്താ, നമ്മൾ എയ്ഡ്സ് സംഘടന 2008 എനിക്കിവിടെ ലൈസൻസ് കിട്ടുന്നു. അപ്പോൾ അന്ന് തൊട്ടിട്ട് നമ്മളുണ്ടായിട്ട് പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്നു. അതൊക്കെ തരണം ചെയ്യാനുള്ള അവസരം